ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളുകളായി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നൊരു വീഡിയോ ആണ്. നമ്മുടെ ഒരു ഫ്രണ്ട് കുറേ നാളായിട്ട് അവനൊരു ടീം മേടിക്കുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് അവനൊരു സർപ്രൈസ് ആയിട്ട് ഒരു ടീം മേടിച്ച് കൊടുക്കാൻ പോകാം. അപ്പോൾ ഞാൻ അവൻ്റെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു സാധനം മേടിക്കാനായിട്ട് ടൗണിലോട്ടൊന്ന് പോകണം. അപ്പോൾ എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നൈസായിട്ട് ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് പോയിട്ട് നൈസായിട്ട് ഒരു ടീം മേടിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ ഇട്ട് ഞാൻ എന്നിട്ട് പയ്യ അവനെ ഒന്ന് നോക്കാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് പോകാം. പാർക്കിങ് കിട്ടാത്തതുകൊണ്ട് നമ്മളിതില്ല അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ടാണ് പോകുന്നത്. ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു പാർക്കാണ് കേട്ടോ. മലയാളികളെല്ലാം വന്നിരിക്കുന്ന ഒരു പാർക്കാണ്. അടിപൊളിയൊരു പാർക്കാണ്. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. ഓക്കെ, നമുക്ക് മേളിലോട്ടാണ് കയറി ചെല്ലേണ്ടത്. അവിടെ എല്ലാവരും വരുന്നത്. ഓക്കെ, നമുക്കപ്പോൾ അവനെ അവിടെ വെയിറ്റ് ചെയ്യാം. കട്ട പോസ്റ്റാണ്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാണ്. കുറേ നേരമായി ഞാനിവിടെ നോക്കിയിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ചെറിയൊരു ടൗണാണ് കേട്ടോ. പ്യാസ മർക്കോണി എന്ന് പറയും. പിന്നെ നമുക്ക് അവരെ കാണിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇനി ചിലപ്പം ജസ്റ്റ് ഇപ്പം കാണിച്ചിട്ട് കുറച്ച് കഴിയുമ്പം അവിടെ ചെന്നിട്ടേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളായിരിക്കും. അപ്പം അതിൻ്റെ രീതിയിൽ ഞാൻ നോക്കിയിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, ചെറുതായിട്ട് പണി പാളിയിട്ടുണ്ട്. അവനും ഫാമിലി ആയിട്ടാണ് വരുന്നത്. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നൈസായിട്ട് ഞാൻ മാറ്റുവേ. എവിടെ പോകും? ഇല്ലടാ, അതേ വണ്ടി ഒന്ന് കംപ്ലൈൻറ്റ്. വണ്ടി അങ്ങോട്ട് ഞാൻ മാറ്റിയിട്ട് ഇവിടെ അപ്പുറത്തോട്ട് മാറ്റിയിട്ട് അനീഷേൻ്റെ കടയുടെ ബാക്കിൽ. പിന്നെ എന്നാ പരിപാടി? എനിക്കൊന്ന് നിലാസവരൊന്ന് പോകണമായിരുന്നു. സാധനം മേടിക്കാനുണ്ടായിരുന്നു. ഫ്രീ ആണോ? എന്നാ ഒന്ന് പോയിട്ട് വരാം. വണ്ടി എവിടെ കിടക്കുന്നു? എടാ ഫോട്ടോ എടാ. നൈസായിട്ട് പണി പാളിയിട്ടുണ്ട് കേട്ടോ. എന്താ അറിയാമോ, അവൻ്റെയൊക്കെ വണ്ടി ഞാൻ കംപ്ലൈൻ്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ അവൻ പർച്ചേസിന് ഇറങ്ങിയത് നടന്ന്. അപ്പോൾ ചെറിയൊരു പാളലുണ്ട്. ഇനിയിപ്പോൾ നൈസായിട്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ പോകാം. അവരവിടെ നിന്ന് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ പോകാം. നമ്മുടെ വണ്ടി ഇവിടെ താഴത്തെ ഇട്ടിരിക്കുന്ന. ഇനി അവിടെ വണ്ടിക്കകത്ത് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പൊളിയും, സംഭവം പൊളിയും മൊത്തത്തിൽ. നോക്കാം, നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുക. പാടി. അടിപൊളി. നമ്മൾ ലോക്ക് പോലും ഇടാതെ വന്ന കേട്ടോ. അടിപൊളി. വണ്ടി വൃത്തികേടാണ്. ഇല്ല, അവരവിടെ നിന്ന് വരുന്നുണ്ടേ. ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നൈസായിട്ട് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ മല്ലയ്യ. ഓക്കെ, വണ്ടി കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇല്ലില്ല, കുഴപ്പമില്ല. നമുക്ക് വൈകുന്നേരം കാണിച്ചാൽ മതി. ഷോപ്പിൽ ചൂടായിപ്പോൾ ഉണ്ടല്ലോ. കയറി എന്നാ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നില്ല. ക്ലാരിറ്റി അങ്ങനെയുണ്ട്. അത്യാവശ്യം സൂപ്പർ അല്ലേ? ഈ ഫോൺ എടുക്കുന്ന എന്തൊക്കെ പരിപാടി? ഇല്ലടാ, ഇത് ഒരു ഹെഡ്സെറ്റ് നോക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ഷൂ മേടിക്കണം. അങ്ങനെ 2-3 പരിപാടി ഉണ്ടായിരുന്നു. അല്ല, നീ നടന്നാ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇറങ്ങിയല്ലേ? അല്ല, ഷോപ്പിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നീ ടൗണിലോട്ട് വല്ലതും പോകുമായിരിക്കും. അത് കൊള്ളാം. രസമുണ്ടല്ലേ ഗ്രീനൊക്കെ വരുന്നത്. നിങ്ങളിവിടെ യൂറോസ്മില്ലല്ലേ വണ്ടി എടുക്കുന്നത്? ഇവിടെ ജെയിംസിന്റെ കടയിലോട്ട് പോയത്? അതാ അനീഷേണ്ടല്ലേ? നമ്മൾ അനീഷേൻ്റെ കടയിട്ട് ഇറങ്ങിയത്. നമ്മളിവിടെ മിലാസം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇതാണ് ടി വി മേടിക്കുന്ന കട. ഇവിടെ പയ്യ അകത്തോട്ട് വിടാന്നില്ല. ഞാൻ പയ്യെ പുറകെ അങ്ങോട്ട് പോവാം. എടാ കയറിക്കോടാ, ഞാൻ വരുന്നടാ. ഒരു ഫോൺ ചെയ്തിട്ട് അവർ പയ്യെ അകത്തോട്ട് പോയിട്ടുണ്ട്. നമുക്ക് പയ്യെ നൈസായിട്ട് പോയി ഹെഡ്സെറ്റ് നോക്കാം. എന്നിട്ട് അവരോട് പറയും പയ്യെ ടി വിയുടെയൊക്കെ സെക്ഷനൊക്കെ പോയി നോക്ക്, നിങ്ങൾ എടുക്കാനൊക്കെ വിചാരിച്ചല്ലെന്ന് വിചാരിക്കും പറയാം. വിലക്കുറവുണ്ടോ? അടിപൊളിയല്ലേ?
ഞാൻ ആ ഹെഡ്സെറ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ ഹെഡ്സെറ്റ് നോക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നേ. അവരെ പയ്യെ അങ്ങോട്ട് അപ്പുറത്തോട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് പയ്യെ ടി വിയുടെ അങ്ങോട്ട് നോക്കാൻ പോകും. ഞാനവിടുന്ന് പയ്യെ നൈസായിട്ട് നമ്മുടെ ടി വി ഒക്കെ ഉള്ളവർക്ക് നോക്കാം. അവർക്കൊരു 32 അല്ലെങ്കിൽ 40 ഇഞ്ചിൻ്റെ ടി വി നമുക്ക് നോക്കാം നൈസായിട്ട്. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ അവരെ നോക്കി നടന്നിട്ട് കാണുന്നില്ലല്ലോ. ഇവരിത് എങ്ങോട്ട് പോയില്ലേ? അവരെ ഒന്ന് തപ്പി പിടിക്കട്ടെ. ഇല്ല അവർ അങ്ങ് നിൽക്കണില്ല. ഇല്ല അവിടെ നിൽക്കുന്നവർ ഞാൻ ഹെഡ്സെറ്റ് നോക്കുന്ന ആ സ്ഥലത്ത് അവിടെ നിൽക്കും അവർ. നമുക്ക് പയ്യെ ടി വി നോക്കിയിട്ട് അവർ നൈസായിട്ട് ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ, എനിക്കാണെങ്കിൽ മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് നൈസായിട്ട് അവരോട് പറയാം, നിങ്ങൾക്ക് ടി വി മേടിക്കാൻ വേണ്ടി വന്നാൽ നിനക്ക് ഇഷ്ടമുള്ള ടി വി എടുക്കാൻ പറയാം. എന്നാ പോലെ നീ ടി വി നോക്ക്, ചുമ്മാ നോക്ക്. ഇതെന്താ പുറകിരുന്നതിന്റെ ആ ഓക്കെ, നീ അത് നോക്കണ്ട. നിങ്ങൾക്ക് അവിടെ ആ ടേബിളിൽ വെക്കാൻ പറ്റുന്ന ടി വി ഇഷ്ടമുള്ളവരെ എടുക്കും. നീ നോക്ക്. വീഡിയോ ആണ്. നിനക്ക് ഇഷ്ടമുള്ള ടി വി എടുത്തോ, ഗിഫ്റ്റ് നീ എടുത്തോ. നീ എവിടെ നിങ്ങൾക്ക് ടേബിളെ വെക്കാൻ പറ്റുന്ന ഇഷ്ടമുള്ള ടി വി എടുക്കാം. നല്ല വിലയുടെ അത് കുഴപ്പമില്ല, നീ നോക്കിയെടു. അത് ചെറുതാടാ, ഇവിടെ വലിയതൊക്കെ ഇപ്പുറത്തെ സൈഡാണ്. ഞാൻ നൈസായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവന് കറക്റ്റായിട്ട് ഒരു വിശ്വാസം വന്നിട്ടില്ല. നീ നോക്കിയെടുക്ക്, കാര്യമായിട്ട് പറഞ്ഞ. ഇല്ലടാ, നീ നോക്കിയെടുക്ക്. നീ സമയം പോകുന്നു. എനിക്ക് ചെന്നിട്ടിന് ഒരു ക്രിക്കറ്റ് കളിയുള്ള കാണണ്ടേ. നീ എടുക്കടാ, അത് നോക്കണ്ട. അടിപൊളി ക്ലാരിറ്റി, നല്ല അടിപൊളി സാധനം. ഓക്കെ, നമ്മൾ സർപ്രൈസ് നൈസായിട്ട് പൊളിച്ചിട്ടുണ്ട്. നീ എന്തായാലും ഇഷ്ടമുള്ള സാധനം എടുക്കും. നമുക്ക് എന്തായാലും നൈസായിട്ട് ടി വി ഒന്ന് നോക്കാം. ഇനിയിപ്പോൾ അല്ല, പിന്നെ ഞാൻ ഈ ഫോണും പിടിച്ചോണ്ടിരുന്നല്ലേ നമുക്ക് ടി വി നോക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ടി വി എടുത്തിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ഇപ്പോഴാണ് കേട്ടോ അവർ ഓക്കെ ആയത്. ഫിലിപ്സിൻ്റെ ടി വി എടുത്ത് ഓക്കെ അല്ലേ? ഫിലിപ്സിൻ്റെ ടി വി ഓക്കെയാണ്. ഇതിൻ്റെ സാമ്പത്തികം അത് കുഴപ്പമൊന്നുമില്ല. ആരാ കൊടുക്കണം? നീ സാധനം എടുക്കും. ഞാൻ ഓക്കെ, അവനിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല എനിക്ക് വട്ടാന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, നമ്മളപ്പം നൈസായിട്ട് 43 രൂപ ഒരു ഫിലിപ്സിൻ്റെ ടി വി എടുത്തിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഈ ബില്ല് കൊടുത്തിട്ട് വരാം. എവിടെയാണ് ബില്ല് കൊടുക്കുന്നത്? അവിടെ ക്യാമറ പറ്റത്തില്ല. നമ്മൾ ബില്ലടച്ച് എടാ എന്നാ അവിടെ പോയി എടുത്തു. 229 ചെല്ലേ എടുക്ക്. വാ ടി വി നോക്ക്. ടി വി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തൊക്കെ കാണിക്കും. ഇനി ഒന്ന് ടി വി ഒക്കെ ഒന്ന് ഓണാക്കി നോക്കിയിട്ട് പോവാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു വരണം. ഓക്കെ, നൈസ് ആണോ? ഫിലിപ്സ് അല്ലേ? ഓക്കെ, നൈസായിട്ടുണ്ട്. അവിടെ ആളുകളും
ഓക്കെ ഹാപ്പി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ടി വി ഒക്കെ എടുത്ത് പയ്യെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓയ് ടി വി ഒന്ന് നോക്കിയായിരിക്കോട്ടെ. ഓക്കെ എന്നാൽ.